ഹലോ ഫ്രണ്ട്സ്, നമുക്കെല്ലാവർക്കും ഇന്ന് വളരെ വിഷമം നിറഞ്ഞൊരു സമയത്തൂടിയാണ് നമ്മൾ കടന്നു പോകുന്നതെന്നറിയാം. അപ്പം വയനാട്ടിൽ നടന്ന ആ ദാരുണമായിട്ടുള്ളൊരു സംഭവം അത് കേരളത്തിൽ മാത്രമല്ല, നമുക്ക് ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് അത് വിഷമം നിറയ്ക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ ഈ കൊച്ചു കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറയാനായിട്ട് ഇതൊക്കെ തന്നെയാണ് കാരണം. ഉള്ളവൻ ഉള്ളതുപോലെ മറ്റുള്ളവരെ സഹായിക്കുക. ഇപ്പം പല പല സന്നദ്ധ സംഘടനകളും മുമ്പോട്ട് വരികയാണ് ഇപ്പം പല പല സഹായങ്ങൾ ചെയ്യാനായിട്ട്. അപ്പം ഇതൊക്കെയാണ് ദൈവത്തിൻ്റെ കൈകളെന്ന് പറഞ്ഞു. അപ്പം ഈ ഒരു അവസരത്തിൽ ഞാനും ഒരു കാര്യം പറയുകയാണ്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനും ചെറിയ സഹായം ഞാൻ ചെയ്യുകയാണ്. അപ്പം നിങ്ങളും അതേപോലെയുള്ള ഒരു ചെറിയ സഹായങ്ങൾ ചെയ്ത് മറ്റുള്ളവരെ സഹായിക്കുക. ഇതുകൊണ്ട് ഒരിക്കലും നമുക്ക് ദോഷം വരുത്തില്ല, നമുക്ക് നല്ലത് മാത്രമേ വരുള്ളൂ. അപ്പം ത്രസ്തൻ്റെ പാർട്ട് 2 വീഡിയോയിലേക്ക് നിങ്ങൾക്ക് വീണ്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. Perfect soul. Want you to know it's him. I'm not around. So fucking special. I wish I was special. And I'm a creep. I'm a window. What the hell am I doing here? I don't belong here. Oh, she's running on, yeah. She's running on. She's run, Never makes you happy. Whatever you want. So fucking special. I wish I was special. I'm a creep. I'm a window. How am I doing here? I don't belong here. Don't belong here.
ജർമ്മനിയിലെ ഏറ്റവും ജനസംഖ്യയുള്ള 12ാമത്തെ നഗരമാണ് ദ്രസ്ദൻ. കിഴക്കൻ ജർമ്മനിയുടെ പ്രദേശത്ത് ബെർലിനും ലൈപ്സിഗിനു ശേഷം ഏറ്റവും ജനസംഖ്യയുള്ള 3ാമത്തെ നഗരമാണിത്. ദ്രസ്ദനിൻ്റെ നഗരപ്രദേശം ഫ്രീറ്റൽ, പിർണ, റാഡെബ്യൂൾ, മൈസൻ, കോസ്വിക്, റാഡ്ബെർഗ്, ഹൈഡനോ എന്നീ പട്ടണങ്ങൾ ഉൾക്കൊള്ളുന്നു. ദ്രസ്ദൻ എന്ന മെട്രോപൊളിറ്റൻ സിറ്റിയിൽ ഏകദേശം 7,90,000 നിവാസികളാണുള്ളത്. ഹാംബർഗിന് ശേഷം എൽബെ നദിയിലെ 2ാമത്തെ വലിയ നഗരമാണ് ദ്രസ്ദൻ. നഗരത്തിലെ ഭൂരിഭാഗം ജനങ്ങളും താമസിക്കുന്നത് എൽബെ നദീ താഴ്വാരങ്ങളിലാണ്. നൂറ്റാണ്ടുകളായി നഗരത്തെ സാംസ്കാരികവും കലാപരവുമായ വൈഭവം കൊണ്ട് സജ്ജീകരിക്കുന്ന ദ്രസ്ദൻ സാക്സോണിയിലെ ഇലക്ടർമാരുടെയും രാജാക്കന്മാരുടെയും തലസ്ഥാനവും രാജകീയ വസതിയും എന്ന നിലയിൽ ഒരു നീണ്ട ചരിത്രം കൂടിയുണ്ട് ദ്രസ്ദന്. 2ാം ലോക മഹായുദ്ധത്തിൻ്റെ അവസാനത്തിൽ ദ്രസ്ദനിൽ നടന്ന അമേരിക്കൻ ബ്രിട്ടീഷ് ബോംബിംഗ് ഏകദേശം 25,000 പേർ കൊല്ലപ്പെട്ടു. അവരിൽ ഭൂരിഭാഗം പേരും സാധാരണക്കാരായിരുന്നു. കൂടാതെ നഗരകേന്ദ്രം മുഴുവൻ നശിപ്പിച്ചു. യുദ്ധാനന്തരം ചരിത്രപരമായ ആന്തരിക നഗരത്തിൻ്റെ ഭാഗങ്ങൾ പുനർനിർമ്മിക്കാൻ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ സഹായിച്ചു. 1990-ൽ ജർമ്മൻ പുനരേകീകരണത്തിന് ശേഷം ദ്രസ്ദൻ വീണ്ടും ജർമ്മനിയുടെ സാംസ്കാരിക വിദ്യാഭ്യാസ രാഷ്ട്രീയ കേന്ദ്രമായി മാറി. ജർമ്മനിയിലെ ഏറ്റവും വലിയ 10 സർവകലാശാലകളിൽ ഒന്നാണ് ദ്രസ്ദൻ യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി. ജർമ്മൻ യൂണിവേഴ്സിറ്റി എക്സലൻസ് ഇനിഷ്യേറ്റീവിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. ദ്രസ്ദനിൻ്റെ സമ്പദ് വ്യവസ്ഥയും അതിൻ്റെ സംയോജനവും ജർമ്മനിയിലെ ഏറ്റവും ചലനാത്മകമായ ഒന്നാണ്. സാക്സോണിയിൽ 1ാം സ്ഥാനത്ത് സിലിക്കൺ സാക്സോണി എന്ന് വിളിക്കപ്പെടുന്ന ഹൈടെക് ശാഖകളാണ് ഇവിടുത്തെ ആധിപത്യം പുലർത്തുന്നത്. 2019-ലെ ഹാംബർഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻ്റർനാഷണൽ എക്കണോമിക്സ് ബെറൻബെർഗ് ബാങ്കിൻ്റെയും അഭിപ്രായത്തിൽ ജർമ്മനിയിലെ എല്ലാ നഗരങ്ങളുടെയും ഭാവിയിൽ ദ്രസ്ദനിന് 7ാമത്തെ മികച്ച സാധ്യതയാണുള്ളത്. ജർമ്മനിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന ഒരു നഗരമാണ് ദ്രസ്ദൻ. പ്രതിവർഷം 4.7 ദശലക്ഷം ആളുകളാണ് ഒറ്റ രാത്രി കൊണ്ട് തങ്ങുന്നത്. ന്യൂമാർക്കിൽ സ്ഥിതി ചെയ്യുന്ന ഫ്രൗവൻ കൃഷിയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കെട്ടിടം. 18ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ പള്ളി 2ാം ലോക മഹായുദ്ധ സമയത്ത് നശിപ്പിക്കപ്പെട്ടു. ഇത് 2ാം ലോക മഹായുദ്ധത്തിൻ്റെ ഒരു സ്മാരകമായി അവശേഷിക്കുന്നു. കൂടാതെ 16ാം നൂറ്റാണ്ടിൽ സാക്സൺ ഇലക്ടർമാരുടെ ശേഖരത്തിൽ നിന്ന് ഉത്ഭവിച്ച പ്രശസ്തമായ ദ്രസ്ദൻ സ്റ്റേറ്റ് ആർട്ട് ശേഖരങ്ങളുടെ ആസ്ഥാനവുമാണ് നഗരം. ജർമ്മനിയിലെ ഏറ്റവും വലിയ ക്രിസ്മസ് മാർക്കറ്റുകളിലൊന്നാണ് ദ്രസ്ദൻ്റെ സ്ട്രീസൽ മാർക്കറ്റ്. ലോകത്തിലെ ആദ്യത്തെ യഥാർത്ഥ ക്രിസ്മസ് വിപണിയായി ഇത് കണക്കാക്കപ്പെടുന്നു. 1852-ൽ ദ്രസ്ദനിലെ ജനസംഖ്യ 1,00,000 നിവാസികളായി വളർന്നു. ഹാംബർഗ്, ബെർലിൻ, ബ്രസ്ലാവോ എന്നിവയ്ക്ക് ശേഷം ആ സംഖ്യയിൽ എത്തിയ ആദ്യത്തെ ജർമ്മൻ നഗരങ്ങളിലൊന്നായിരുന്നു ഇത്. 1933-ൽ ജനസംഖ്യ 6,49,252 ഉയർന്നു. 2ാം ലോക മഹായുദ്ധം കാരണം 1945-ൽ 3,68,519 കുറയുകയും ചെയ്തു. ഈ സമയത്ത് നഗരത്തിലെ വലിയ ജനവാസ മേഖലകൾ നശിക്കപ്പെട്ടു. വലിയ സംയോജനങ്ങൾക്കും പുനരുദ്ധാരണത്തിനും ശേഷം 1946-നും 1983-നും ഇടയിൽ ജനസംഖ്യ വീണ്ടും 5,22,532 വർദ്ധിച്ചു. ജർമ്മൻ പുനരേകീകരണത്തിന് ശേഷം ജനസംഖ്യാ വികസനം വളരെ അസ്ഥിരമാണ്. 1990-കളിൽ ജനസംഖ്യ 4,80,000 വർദ്ധിച്ചു. 1998-ൽ 4,52,827 കുറഞ്ഞു. 2000-നും 2010-നും ഇടയിൽ ജനസംഖ്യ 45,000-ലധികം നിവാസികൾ ഏകദേശം 9.5% വർദ്ധിച്ചു. മ്യൂണിക്ക്, പോട്സ്ഡാം എന്നിവയ്ക്കൊപ്പം ജർമ്മനിയിൽ അതിവേഗം വളരുന്ന 10 നഗരങ്ങളിലൊന്നാണ് ദ്രസ്ദൻ. 1990-കളുടെ ആരംഭം വരെ UEFA ക്ലബ് മത്സരങ്ങളിൽ പാരമ്പര്യമുണ്ടായിരുന്ന ഡയനാമോ ദ്രസ്ദനിൻ്റെ ആസ്ഥാനമാണ് ദ്രസ്ദൻ. 20ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഫുട്ബോളിലെ ജർമ്മനിയിലെ ഏറ്റവും വിജയകരമായ ക്ലബ്ബുകളിലൊന്നായ ദ്രസ്ദൻ AC ഐൻഹൈറ്റ് ആയിരുന്നു നഗരത്തെ പ്രതിനിധീകരിച്ചത്. 2 തവണ ജർമ്മൻ ചാമ്പ്യന്മാരും 2 തവണ കപ്പ് ജേതാക്കളുമായിരുന്നു. 2ാം ലോക മഹായുദ്ധ സമയത്താണ് അവരുടെ മികച്ച പ്രകടനം. ദ്രസ്ദൻ AC ഒരു മൾട്ടി സ്പോർട്സ് ക്ലബ്ബാണ്. അതിൻ്റെ വോളിബോൾ വിഭാഗത്തിന് വനിതാ ബുണ്ടസ് ലീഗയിൽ മറ്റൊരു ടീമും കൂടിയുണ്ട്. ദ്രസ്ദനിന് ഒരു 3ാം ടീമും കൂടിയുണ്ട്. SC ബോറിയ ദ്രസ്ദനാണ് 3ാമത്തെ ടീം. ഹെൽഹോൾസ് സെൻട്രം, ദ്രസ്ദൻ, റോസൻഡോർഫ് നഗരപ്രദേശങ്ങളിൽ നിന്നും വളരെ അകലെയുള്ള ദ്രസ്ദനിലെ ഗവേഷണ സൗകര്യങ്ങളുടെ ഏറ്റവും വലിയ സമുച്ചയമാണുള്ളത്. ഇത് ന്യൂക്ലിയർ മെഡിസിൻ, ഫിസിക്സ് എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു. ഹെൽഹോൾസ് അസോസിയേഷൻ്റെ ഭാഗമായി ഇത് ജർമ്മൻ ബിഗ് സയൻസ് ഗവേഷണ കേന്ദ്രങ്ങളിലൊന്നാണ്. അടിസ്ഥാന ഗവേഷണവും പ്രായോഗിക ഗവേഷണവും ഉൾക്കൊള്ളുന്ന സയൻസുമായി ബന്ധപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ ഒരു യൂണിറ്റാണ് ലെയ്ബ്നിസ് കമ്മ്യൂണിറ്റി. ദ്രസ്ദനിൽ 3 ലെയ്ബ്നിസ് കമ്മ്യൂണിറ്റികളുണ്ട്. ലെയ്ബ്നിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പോളിമർ റിസർച്ച്,
ലെയ്ബ്നിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സോളിഡ് സ്റ്റേറ്റ് ആൻഡ് മെറ്റീരിയൽസ് റിസർച്ച് എന്നിവ ഹൈ ടെക്നോളജി മേഖലകളാണ്. അതേസമയം ലെയ്ബ്നിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എക്കോളജിക്കൽ അർബൻ ആൻഡ് റീജിയണൽ ഡെവലപ്മെൻറ്റ് കൂടുതൽ അടിസ്ഥാനപരമായ ഗവേഷണങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു.
So why don't we go somewhere only we know? We'll simply freeze if you go. I'm getting good on something real. So tell me where you're gonna be. I'm getting tired on it, so where to begin? And if you have it, why don't we go and talk about a summer only we know? And this could be the end of it. And if you have it,
സുഹൃത്തുക്കളെ, ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഒരുപാട് സമയം പോയി എന്ന് എനിക്കറിയാം. ത്രസ്തൻ എന്ന സ്ഥലത്തെ ഒരുപാട് കാഴ്ചകളും ഒരുപാട് സ്ഥലങ്ങളും മിസ്സാക്കണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇത്രയും ലെങ്തായിട്ട് വീഡിയോ ഇട്ടത്. അപ്പം എന്തായാലും വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. അപ്പം എന്താണേലും ഒരുപാട് നന്ദിയുണ്ട്, നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിനും പിന്തുണയ്ക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പം ഇനിയും ഇതേപോലുള്ള നല്ല വീഡിയോകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. അപ്പം ബൈ.